എന്തിനേറെ പറയണം, നമ്മുടെ ഇവിടെ ഒരു ഈ പറയുന്ന ഒരു എസ്.സി സമൂഹത്തിൽ നിന്ന് ഒരു സിവിൽ സർവൻസ് എത്ര പേര് വന്നിട്ടുണ്ട്? ഈ അടുത്തുള്ള ഒരു പെൺകുട്ടി വന്ന് ധന്യൊക്കെ വന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ലേ? ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നമാവാത്തത്? നമ്മുടെ കൂടെ തന്നെയുള്ള സമൂഹങ്ങൾ അങ്ങനെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്രാവശ്യം എല്ലാ സമൂഹങ്ങളെയും നമുക്ക് ഈ 2024 നമ്മളിപ്പോൾ ഒരു ബാച്ച് ഞാൻ വന്നതിന് ശേഷം നമ്മളെടുത്തു. അതിൽ ഇപ്പോഴും എസ്.ടി സമൂഹത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ തന്നെ ഇപ്പോൾ കെ.ആർ. നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ.ആർ. നാരായണ സാറിൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആലോചിച്ച് നോക്കണം. അപ്പം നമുക്ക് ഒരേ ഒരു കുട്ടിയൊക്കെയാണ് ഒരു ഷെഡ്യൂൾ ട്രൈബ് സമൂഹത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിരിക്കുന്നത്. നമ്മുടെ പരാജയമാണത്. നമുക്ക് ഇത്രയും 40ഓളം ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരുടെ കഥ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോഴും ഗുഹയിൽ നമ്മുടെ ഒപ്പം കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളില്ലേ, അവരൊക്കെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ എന്തൊരു വെറൈറ്റി ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തിലും നമുക്ക് വേണം. വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. കെ.ആർ. നാരായണൻ സാറുടെ പേരുള്ള ഒരു സ്കൂളാണ്, ഒരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അനുഭവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇനിയുള്ളൊരു തലമുറ ആവർത്തിക്കരുത്. ഒരു 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 പ്രത്യേക സമൂഹത്തിലോ അല്ലെങ്കിൽ അത് ജനിച്ചതിൻ്റെ പേരിൽ പിന്നോക്കമാവുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാവാനാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ അതിനായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കരിയർ ഗ്രോത്ത് മാത്രമായിട്ട് മാറാതെ വെർട്ടിക്കലാവാതെ കുറച്ചുകൂടെ ഹോറിസോണ്ടലായിട്ട് കൂടെയുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ടൂറിംഗ് പ്രോഗ്രാമൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം ഞാനിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു വർഷവും 1-2 മാസമായി. ഇപ്പോൾ ഏകദേശം ഒരു 40-50 സ്കൂളുകളും കോളേജുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു 10,000-1,500 കുട്ടികളോളം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനം കാണാൻ ഇവരൊക്കെ മനസ്സിലത് എപ്പോഴെങ്കിലും ഒന്ന് പൊന്തി വരും. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ അത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമല്ലേ പാല. ക്ലാസ് എടുക്കാൻ വരുന്ന എല്ലാവരും പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഭയങ്കര വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും. എല്ലാ തരത്തിലുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ ഇതുകളും കിട്ടും. പിന്നെ ഞാൻ ഈ പരമാവധി അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഇവിടുത്തെ ടൂറിങ് വാഗമണ്ണൊക്കെ അടുത്തടുത്താണല്ലോ. അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തൊട്ടടുത്തായതുകൊണ്ട് അതും കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇവിടെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീണ്ടും ക്ലാസ് എടുക്കാൻ വരെ നമുക്ക് അങ്ങനെ പൈസ കൊടുക്കാനില്ല. ഇപ്പോൾ FTAയിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ 7,500 രൂപയോളാണ് ഒരു ദിവസം കൊടുക്കുക. പക്ഷെ നമുക്കത് കൊടുക്കാനില്ല. നമുക്ക് 4,500 രൂപ ആകുമ്പോൾ കൊടുക്കുക. കുറച്ച് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഗവൺമെൻറ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവിക്കുന്നു വിചാരിക്കണം. പക്ഷേ നമുക്ക് അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന പലരും സാമ്പത്തികം ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. അവരുടെ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു. അവർ കൂടുതൽ ലൈഫിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്നവരെല്ലാവരും വീണ്ടും വരുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് വേറെ നമ്മളോടുള്ള ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വേറെ തരത്തിലുള്ള ഇഷ്ടമുണ്ട് നമ്മളോട്. കാരണം നമ്മൾ പറയുന്ന ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ OTTയിലൊക്കെ ഇപ്പോൾ മലയാള സിനിമയൊക്കെ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നേരത്തെ കരിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന നേരത്ത് നിറത്തിൽ അഭിനയിക്കുന്നു, ശിവത്തിൽ അഭിനയിക്കുന്നു, അങ്ങനെ മലയാളത്തിൽ പ്രധാനപ്പെട്ട സിനിമകളിൽ ഇങ്ങനെ ഭാഗമായി പോയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നേരെ പോവാണല്ലോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്ടിങ് പഠിക്കാനും. പിന്നെ അവിടെ നിന്ന് MPhil ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ആക്ടിങ്ങിനെ സീരിയസ് ആക്കി എടുക്കുന്നു, തിയേറ്റേഴ്സിലേക്ക് പോകുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് ഒരു സിനിമ ചെയ്യുക, അല്ലെങ്കിൽ പരിചയക്കാരുടെ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുക. എന്താണ് ആക്ടിങ്ങിനെ ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരു കൊമേഴ്ഷ്യൽ ആക്ടർ എന്നുള്ള രീതിയിൽ കരിയർ ചൂസ് ചെയ്യാതിരുന്നത്? ഞാൻ ആക്ടിങ് എന്നുള്ളതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ആയിരുന്നു മാത്രം. ഞാനിപ്പോൾ പോണ്ടിച്ചേരി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, ജസ്റ്റ് കഴിഞ്ഞ ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമ ക്രൈസ്റ്റിൽ പഠിച്ചു ഡിഗ്രി. അത് കഴിഞ്ഞ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. അവിടെ 3-4 വർഷം എടുത്തു. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ ചെയ്തു. MPhil അവിടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പുറത്ത് കിട്ടി. പുറത്ത് ഈ റോയൽ ഷേക്സ്പിയർ കമ്പനി ഒരു സെലക്ഷൻ നടത്തിയിട്ട് 1,000 പേരിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പുറത്തായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഞാൻ UK-യിലാണ്. ഏകദേശം 200ഓളം ഷോസ് അവിടെ തന്നെ ചെയ്തു. പിന്നെ US, കാനഡ, ഇറ്റലി, ജപ്പാൻ, ചൈന, അങ്ങനെ 400ഓളം ഷോസ് ഇങ്ങനെ നടന്ന് ചെയ്യുമായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ അധ്യാപകനായിട്ടൊരു 3 വർഷം വർക്ക് ചെയ്തു. അപ്പോഴേക്കും ഇവിടെ പൂനെ വിളിച്ചു. അപ്പോൾ 14 തൊട്ട് പിന്നെ പൂനെയിൽ 10 വർഷം അവിടെയായി. അപ്പോൾ നമ്മൾ ഇതിനിടയിലൊക്കെ
നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോയി ചെയ്യുന്നല്ലാണ്ട് അങ്ങോട്ട് പോയി ചോദിക്കാനുള്ള ഒരു സമയമോ സന്ദർഭമോ മാനസികാവസ്ഥയോ ഇല്ല. അതിൻ്റെയൊക്കെ ഒരു ചമ്മലുണ്ട്. നമ്മൾ അറിയാത്തവരടുത്തൊക്കെ പോയിട്ട് റോൾ ചോദിക്കാനൊക്കെയുള്ള ചമ്മൽ ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊക്കെ പറയുമ്പോഴും നമ്മുടെ കുറേ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പം പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അങ്ങനെ പോകുന്നു ചെയ്യുന്നു അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഒന്നും ഇപ്പം ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇന്ത്യയെ പോലുള്ളൊരു സ്റ്റേറ്റിലെ നമുക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അത് പകരാതിരിക്കുന്നത് കുറ്റകൃത്യമാണ് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പോൾ പ്രത്യേകിച്ച് അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് നമുക്കിപ്പോൾ കുറേ രാജ്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ആകുമ്പോഴേ പിന്നെ നമുക്ക് തോന്നുക ഇതൊക്കെ ഒന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയായിരിക്കും വരിക എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പിന്നെ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ആക്ടിങ് താല്പര്യമാണ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ ഞാൻ പോകുന്നുണ്ട്, മസ്കറ്റിൽ പോകും. അവിടെ ഒരു മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് യൂത്തിന് അവർ ഒരു ആന്തോളജി ചെയ്യുക. അപ്പോൾ സുധ രാധികാഷ അപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ മലയാളീസും ഉണ്ടായിരിക്കും, ഒമാനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സെലക്ട് ചെയ്യണം. പിന്നെ അവിടെ നേരെ 22 ഞാൻ MIT പോകും. MIT കോളേജിൽ പൂനെയിലുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഡിപ്ലോമ ഫിലിമുണ്ട്. അപ്പോൾ അതിൽ ഒരു ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റിൻ്റെ ഒരു ഫിലിമാണ്. പക്ഷേ എനിക്കത് ഷോർട്ടാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമയാവാം, അതിനിപ്പോൾ കമേഴ്സ്യലെന്നോ ആർട്ടെന്നോ ഒന്നും വേർതിരിക്കാറൊന്നുമില്ല. ഒരു നല്ലൊരു ഗ്രൂപ്പാണ്, അവർക്കൊരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ ചെറിയ സിനിമയാവാം, വലിയ സിനിമയാവാം, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ വലിയൊരു പൈസ സമ്പാദിക്കുക അങ്ങനെ വലിയ വലിയ ഡ്രീമുകളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്, ഡ്രീമുകളുണ്ട്. PhD ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. കാലത്ത് ഒരു 9 തൊട്ട് വൈകിട്ട് ഒരു 9-9:30 വരെയൊക്കെ ഓഫീസ് ഈ വർക്കുകളൊക്കെ തന്നെയാണ് ക്യാമ്പസിലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ സൗത്ത് അമേരിക്കയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടില്ല, പിന്നെ ആഫ്രിക്കയിൽ ചെയ്തിട്ടില്ല, അന്റാർട്ടിക്കയിൽ ചെയ്തിട്ടില്ല. ഈ കോണ്ടിനെൻ്റാണ് ഞാനിപ്പോൾ കവർ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് അവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്, ഒരു 1 man ഷോ ആയിട്ട് പോയിട്ട്. അപ്പം അങ്ങനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം പാരലൽ നടക്കുന്നു, PhDയുടെ ശ്രമം നടക്കുന്നു. പലപ്പോഴും ജിജോയുടെ പേരും ഫിലിമോഗ്രഫിയും ഒക്കെ ആയിട്ട് ചേർത്ത് വെക്കുമ്പോൾ പറയുന്ന ഒരു വലിയ പേര് ടൊവിനോ തോമസിൻ്റെതാണ്. അപ്പൊ ടൊവിനോ തോമസിന്റെ ആദ്യ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ജിജോയാണ്. ടൊവിനോന് ആ സമയത്ത് ഒരു മെന്റർഷിപ്പ് കൊടുത്തിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. ഈ പ്രഭുവിന്റെ മക്കളിൽ തന്നെ അയാളിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രഭുവിന്റെ മക്കളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. ആദ്യ സിനിമ ഇതാണല്ലോ, പ്രഭുവിന്റെ മക്കളാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ജിംനേഷ്യം ഉണ്ട്, ഹെർക്കുലീസ് എന്നാണ് അതിന്റെ പേര്. അത് ഭയങ്കര രസമാണ്. ആ ഹെർക്കുലീസ് ജിംനേഷ്യം ഇപ്പോൾ ഏകദേശം ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ള ജിംനേഷ്യം. അവിടുത്തെ ഒരു പഴയ ഒരു അരവിന്ദാക്ഷൻ മാഷ് ഹിന്ദി ടീച്ചർ, അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. അത് അദ്ദേഹത്തിൻ്റെ മകൻ രഞ്ജിത്ത് ഏറ്റെടുത്തു. അവിടെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു 50 രൂപയ്ക്കാണ് അന്ന് ഇന്നും ഒരു പക്ഷേ അത് 70 100 ആയിട്ടുണ്ടാവുള്ളൂ. അയാൾ പൈസ പോലും കൂട്ടില്ല. അയാൾ പറയുന്നത് അത് കൂട്ടിയാൽ പോലും താങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെന്ന് പറയാം. അത്രയും വളരെ സാധാരണക്കാരെ എയിം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ജിംനേഷ്യമാണ്. അവിടെയാണ് ഞാനും ടൊവിനോയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ടൊവിനോ അപ്പോൾ പഠിക്കുകയായിരുന്നു, എൻ്റെ ഓർമ്മയിൽ കോയമ്പത്തൂർ പഠിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏട്ടാ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നതാണ്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിരുന്നു, കാരണം അയാൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ അദ്ദേഹം നാടകം കാണാൻ വരുമായിരുന്നു. അപ്പോഴാണ് ഈ പ്രഭുവിൻ്റെ മക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടൊവിനോ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടടാ, നീ ഒന്ന് വരാമോ, ഞാൻ ഡയറക്ടർ. അപ്പോൾ ഞാൻ സജീവൻ അന്തിക്കാടാണ് എൻ്റെ പ്രഭുവിൻ്റെ മക്കളുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും പ്രൊഡക്ഷനും പ്രൊഡ്യൂസറും അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സജീവേട്ടൻ ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ, ലീഡ് ക്യാരക്ടറാണ്. അപ്പോൾ സജീവേട്ടൻ വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടു, ഇഷ്ടമായി. കുറച്ച് ഡയലോഗ്സുകൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സാഹിത്യ പ്രധാനി ആയിട്ടുള്ള ഡയലോഗ്സുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടൊവിനോയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അയാൾക്ക് എഞ്ചിനീയറിംഗ് അല്ലേ അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചില ഡയലോഗ്സുകളിലുള്ള ചില ഇതുകൾ കണ്ടപ്പോൾ പുള്ളി ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിങ്ങിലേക്ക് പോയി. പിന്നെ ഇടയ്ക്ക് നമ്മൾ കുളൂർ സാറിനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ബാര വന്നിരുന്നു, പ്രകാശ് ബാര. അങ്ങനെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിനയ് ഫോർട്ട് ആ സമയത്താണ് ഷട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഷട്ടർ ചെയ്യുമ്പോൾ മഞ്ജുലാൽ അതിൻ്റെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു അതിൻ്റെയും. അപ്പോൾ മഞ്ജു പറഞ്ഞു, നോക്കൂ ഇങ്ങനെ ഒരു വിനയ് ഫോർട്ട് ഇങ്ങനെ ഒരു ആക്ടറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതാണ്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കൂടെ ഈ സെയിം ക്യാരക്ടർ ഒന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ വിനയനെ ചെയ്തപ്പോൾ സജീവേട്ടന് വിനയ്ക്ക് ഈ ഒരു പ്രാക്ടീസ് കിട്ടിയോണ്ട് വിനയ് കുറച്ചുകൂടെ നന്നായിട്ട് ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഇദ്ദേഹത്തെ വിനയനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ വേറൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്, ഒരു ചെഗുവേരയുടെ ക്യാരക്ടറായിരുന്നു, അത് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു.
അപ്പോൾ അത് അദ്ദേഹം ചെയ്യിപ്പിക്കാതെ വെച്ചു. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് അത് ഓക്കെ ആയിരുന്നു. ടൊവിനോ വന്നിട്ട് അത് ചെയ്തു. നന്നായിട്ട് വന്നിരുന്നു. അത് ഫിലിം കണ്ടറിയാം.